അടുത്തിടെയായിരുന്നു സിബിൻ ബെഞ്ചമിനും ആര്യ ബഡായും വിവാഹം. ഇരുവരും പ്രണയം പരസ്യപ്പെടുത്തിയ സമയത്ത് ആര്യയ്ക്കെതിരെ വന്ന പ്രധാന വിമർശനം 12 വയസ്സുകാരി മകളെയും വെച്ച് വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നു. തിരിച്ചറിവായ മകളെ കൊണ്ട് മറ്റൊരാളെ ഡാഡി എന്ന് വിളിപ്പിക്കുന്നതെല്ലാമായിരുന്നു. ആര്യയുടെ ആദ്യ വിവാഹം നടി അർച്ചന സുശീലന്റെ സഹോദരൻ രോഹിത്തുമായിട്ടായിരുന്നു. വൈകാതെ കുഞ്ഞും പിറന്നു. മകൾ പിറന്ന ശേഷമാണ് ആര്യയും രോഹിത്തും വേർപിരിയുന്നത്. 20കളുടെ തുടക്കത്തിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം. അന്നത്തെ പക്വതക്കുറവും തന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചകളുമാണ് വിവാഹമോചനത്തേക്ക് നയിച്ചതെന്നും കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിച്ചിരുന്നെങ്കിൽ ആ ബന്ധം നിലനിന്നേനെ എന്ന് ആര്യ പിന്നീട് പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട്. മകൾ ആര്യയ്ക്കൊപ്പമാണ് വളർന്നതെങ്കിലും പഠിക്കുന്നതെങ്കിലും അച്ഛനിൽ നിന്ന് മകളെ ഒരിക്കലും ആര്യ അകറ്റി നിർത്തിയിട്ടില്ല. കോ പേരന്റിംഗ് ഇരുവരും ചെയ്യുന്നു. സ്കൂൾ അവധി വരുമ്പോഴും വിശേഷ ദിവസങ്ങളിൽ എല്ലാം ആര്യയുടെ മകൾ ഖുഷി രോഹിത്തിനൊപ്പമാണ്. സിബിൻ ജീവിതത്തിലേക്ക് വന്ന ശേഷം ഖുഷിയും അച്ഛൻ രോഹിത്തും തമ്മിലുള്ള ബന്ധത്തെ വിള്ളൽ വീണോ എന്ന സംശയം പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉന്നയിക്കുന്നവർക്കും മറുപടിയുമായി രോഹിത്തിന്റെ പുതിയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. രണ്ടാം വിവാഹത്തിൽ പിറന്ന രോഹിത്തിന്റെ മകൾ ലക്ഷ്യയുടെ കൈയും പിടിച്ചു നീങ്ങുന്ന ഖുഷിയാണ് ഫോട്ടോയിലുള്ളത്. മകളുമായി ദീപാവലി ഷോപ്പിങ്ങിന് പോയപ്പോൾ പകർത്തിയ ചിത്രമാണ് രോഹിത് പങ്കിട്ടത്. ആര്യയോടായി ഫോട്ടോയ്ക്ക് ലൈക്കും കമന്റുമായി എത്തിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ തന്റെ രണ്ടു മക്കളും തമ്മിൽ ഒരു ബോണ്ട് വേണമെന്ന നിർബന്ധം രോഹിത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാവണം കുടുംബത്തിനോടൊപ്പമുള്ള എല്ലാ ആഘോഷങ്ങളിലും പ്രൈവറ്റ് മൊമെന്റ്സിലും ആദ്യ വിവാഹത്തിൽ പിറന്ന മകളെ കൂടി രോഹിത് ഉൾപ്പെടുത്തുന്നത്. 1 വയസ്സാണ് ലക്ഷ്യയുടെ പ്രായം. നടി അർച്ചനയുടെ രണ്ടാം വിവാഹത്തിനൊപ്പമായിരുന്നു രോഹിത് സുശാലിനും വിവാഹിതനായത്. 2021-ലായിരുന്നു വിവാഹം. ഒത്തിരി അഭിനന്ദനങ്ങൾ. രണ്ടുപേർക്കും വളരെയധികം സന്തോഷം ഉണ്ടാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് സമാധാനവും സന്തോഷം നൽകി ദൈവം നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് അന്ന് രോഹിത്തിന് ആശംസ അറിയിച്ചുകൊണ്ട് ആര്യ കുറിച്ചത്. ആര്യയും രോഹിത്തും പ്രണയിച്ച് വിവാഹിതരായതാണ്. 2008-ലായിരുന്നു വിവാഹം. സ്കൂൾ കാലം മുതലേ തുടങ്ങിയ പ്രണയമായിരുന്നു. 10 വർഷത്തോളം നീണ്ട ദാമ്പത്യം 2018-ൽ ഇരുവരും അവസാനിപ്പിക്കുകയായിരുന്നു. വേർപിരിഞ്ഞുവെങ്കിലും എല്ലാ കാര്യത്തിലും ആര്യയ്ക്ക് സഹായത്തിനായി രോഹിത് നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് കോ പാരന്റിംഗ് രീതി പിന്തുടരാൻ ആര്യയ്ക്ക് എളുപ്പത്തിൽ കഴിയുന്നതും. സിബിനോടും ഒരു അച്ഛനോടുള്ള അടുപ്പവും സ്നേഹവും ഖുഷിക്കുണ്ട്.